പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോൾ അതിഥിയായി എത്തിയിരിക്കുന്നത് CPIM നേതാവ് ഡോക്ടർ പി സരിനാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ഹെലോ മലയാളത്തിലേക്ക്. ഡോക്ടർ പി സരിൻ, ഗുഡ് മോർണിംഗ്. സ്വാഗതം ഹെലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ശ്രീ സരിൻ, ഇപ്പോൾ കേരള രാഷ്ട്രീയം ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത് ഈ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന പരാതികളിലും വിവാദങ്ങളിലും ഒക്കെ തന്നെയാണ്. അദ്ദേഹം ഈ ആരോപണമൊക്കെ വന്നതിനു ശേഷം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു, ഭാരവാഹിത്വമൊക്കെ ഒഴിഞ്ഞു. പക്ഷേ അപ്പോഴും കോൺഗ്രസിൻ്റെ പല ഭാരവാഹിത്വത്തിലും ഇപ്പോഴും അദ്ദേഹം ഉണ്ട്. ഒപ്പം പാലക്കാടിൻ്റെ MLA ആയി തുടരുന്നു. രാജിവെക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. അതാണ് ഒരു ഘട്ടം. ശ്രീ സരിൻ, ഇപ്പോൾ എൻ്റെ ചോദ്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈകൃതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നേരത്തെയും പലവട്ടം ഉന്നത നേതാക്കൾക്കൊക്കെ പരാതി ലഭിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും KC വേണുഗോപാലിനും അടക്കം മുതിർന്ന നേതാക്കൾക്കൊക്കെയും പരാതികളൊക്കെ ലഭിച്ചിരുന്നു. അന്നൊന്നും പാർട്ടി നേതൃത്വം ഇടപെട്ടില്ല. അന്ന് ഇടപെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഈ വിഷയം ഇത്രത്തോളം വഷളാകുമായിരുന്നില്ല, ഇങ്ങനെ പല പെൺകുട്ടികളുടെയും ജീവിതം തകരുമായിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ പ്രതികൾ ആരാണ് ശ്രീ സരിൻ? സേതു, ഈ വിഷയത്തിൻ്റെ ഗൗരവ സ്വഭാവം നമ്മൾ ഉൾക്കൊള്ളേണ്ടത് കോൺഗ്രസിനകത്തെ ഒരു ശല്യക്കാരൻ എന്നുള്ള ലേബൽ മാത്രം പേറി നടന്നിരുന്ന രീതിയിൽ കണ്ടിരുന്ന ഒരു നേതാവ് ഒരു പൊതുശല്യമായ നിലയിലേക്ക് ഉയർത്തപ്പെടുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒക്കെ കഴിഞ്ഞ വർഷം നമ്മൾ കാണുകയുണ്ടായി. ഈ ശല്യം എന്നുള്ള വാക്ക് വളരെ ലഘൂകരിച്ച് കാണുന്നതിന് പകരം ഏത് തരത്തിലൊക്കെയാണ് ഇദ്ദേഹം കോൺഗ്രസിനകത്ത് നേതാക്കൾക്കൊക്കെ അറിവോടുകൂടിയും പിന്നീട് നേതാക്കളിലേക്ക് പരാതികളായി എത്തിയതുമായിട്ടുള്ള സ്വഭാവ വൈശിഷ്ട്യം വെളിവാക്കിയത് എന്നുള്ളത് 4-5 വർഷമായി കോൺഗ്രസിന് അകത്തെ എന്താ പറയുക, എല്ലാവർക്കും അറിയാവുന്ന ഒരു രഹസ്യമാണ്. കോൺഗ്രസിനകത്തെ പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന രഹസ്യം. അപ്പോഴും സ്വന്തം പാർട്ടിയുടെ ക്രെഡിബിലിറ്റിയോ അല്ലെങ്കിൽ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അവമതിപ്പോ ഒക്കെ ഭയന്നായിരിക്കണം അത് പുറത്തേക്ക് വരുന്നതിന് പ്രവർത്തകരായി നൽകിയ പല പരാതികളും പ്രവർത്തകർ ഓരോരുത്തരും നേതാക്കളിൽ മാത്രം അതിന് അഭയം പ്രാപിക്കുകയും അല്ലെങ്കിൽ AICCയോടോ KPCCയോടോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടൊക്കെ അറിയിക്കുകയും പ്രതിപക്ഷ നേതാവ് അടക്കം അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിൽ അടക്കമുള്ളവരെ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടും അതിലൊരു നിസ്സംഗത പുലർത്താനുള്ള കാരണം ഇത് ഉൾപാർട്ടി പ്രശ്നമാണെന്നും ഇതിൽ ഒരു തരത്തിലുമുള്ള ഒരുപക്ഷെ നീതി നിഷേധം നടന്നിട്ടില്ല എന്നും ഇതൊക്കെ സ്വാഭാവികമാണല്ലോ എന്നുമുള്ള ഒരു സ്വാഭാവികവൽക്കരണത്തിൻ്റെ ഒരു നോർമലൈസേഷൻ്റെ രീതിയിലേക്ക് കോൺഗ്രസ് കടന്നു എന്നുള്ളതാണ്. അതെല്ലാം പരിധികൾ ഭേദിച്ച് കോൺഗ്രസിനകത്ത് മാത്രമല്ല ഇദ്ദേഹം യുവതികളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആദ്യം സംഭാഷണങ്ങൾ, പിന്നീട് അത് അദ്ദേഹത്തിന് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ ഇൻവിറ്റേഷൻ നൽകൽ, അതിനു വേണ്ടുന്ന വഴികൾ തേടിയ വഴികളിൽ ഇരകളായി പോയവരെ പിന്നീട് അതിൽ നിന്ന് കൈയൊഴിയുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ ഒരേ ഡയലോഗ് തന്നെ എല്ലാവരോടും അടിച്ചാൽ മതി. ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ റീലിൽ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പോലെയല്ല, ഒരേ ഡയലോഗ് തന്നെയാണ്. അതിൻ്റെ ഒരു പാറ്റേൺ നമ്മളിവിടെ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊരു ക്രിമിനൽ മെൻറ്റാലിറ്റിയോട് കൂടി ഒരാൾ ചെയ്യുന്ന ഒരു വൈകൃതമാണ് എന്നുള്ളതും അല്ലാതെ ഇതൊരു കയ്യബദ്ധമാണ്, നാറ്റിക്കരുത് പ്ലീസ് എന്ന് പറയുന്നത് പോലെയുള്ള ലഘൂകരിച്ച് കാണേണ്ടത് ഒന്നല്ല. ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ആക്ഷേപങ്ങളും പരാതികളും ഈ പെൺകുട്ടികളുടെ ഒക്കെയും വാക്കുകൾ, അവരുടെയൊക്കെ ഈ ടെലിഫോൺ സംഭാഷണം ഒക്കെ പുറത്തു വന്നപ്പോഴും അത്രയും ക്രൂരമായാണ് അദ്ദേഹം പല കാര്യങ്ങളെയും സമീപിച്ചിരിക്കുന്നത്, പല കാര്യങ്ങളോടും അദ്ദേഹം പെരുമാറിയിരിക്കുന്നതുമൊക്കെയും. ഈ ഷാഫി പറമ്പിൽ അദ്ദേഹത്തോടാണ് ഈ വിഷയമൊക്കെ ഉണ്ടായ ശേഷം ആദ്യം മാധ്യമങ്ങൾ പ്രതികരണം ആരായാൻ ശ്രമിച്ചു. ഇപ്പോൾ ഷാഫി പറമ്പിൽ ഇന്നലെ മൗനം വെടിഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോഴും അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം, തൻ്റെ പ്രതികരണം എന്തിനു തരണം? ഈ വിവാദം ഉണ്ടായപ്പോൾ തന്നെ ഈ KPCC അധ്യക്ഷൻ നിങ്ങളോട് മറുപടി പറഞ്ഞില്ലേ, പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞില്ലേ, പക്ഷേ മാധ്യമങ്ങൾ ആരായും? കാരണം അങ്ങേക്ക് തന്നെ അറിയാമല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചതും കൊണ്ടു നടന്നതും ഒരു സഹോദര തുല്യനാണെന്ന് പൊതു ഇടങ്ങളിലൊക്കെ ഉറക്കെ പ്രഖ്യാപിച്ചതും ഒക്കെയും ഷാഫി പറമ്പിലാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ഈ ഷാഫി പറമ്പിൽ പ്രതികരിച്ചേ മതിയാവുകയുള്ളൂ. ഇപ്പോൾ ഷാഫി പറമ്പിൽ ഇന്നലെ മൗനം വെടിഞ്ഞപ്പോഴും പറഞ്ഞത് രാഹുൽ സ്വമേധയാ രാജിവെച്ചു എന്നാണ്. തെളിവില്ല, കേസില്ല, ആരോപണങ്ങൾ മാത്രമാണ്. ഷാഫി പറമ്പിൽ രാഹുലിൻ്റെ മെന്ററാണ്, വളരെ അടുപ്പമുള്ള ഒരു സഹോദര തുല്യനാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ അപ്പോഴും ഷാഫി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു MP കൂടിയല്ലേ ശ്രീ സരിൻ? അപ്പോൾ ഈ നിലയ്ക്കായിരുന്നോ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വേണ്ടിയിരുന്നത്? ഷാഫി ഇപ്പോഴും ഒരു രക്ഷാകവചം തീർക്കുകയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ? സേതു, കോൺഗ്രസ് ഇവിടെ ഒരു ഡിനയൽ മോഡിലാണ്. അതായത്
പുറം ലോകം അറിയാത്തതൊന്നും സംഭവിച്ചിട്ടില്ല. പുറം ലോകം ഓരോന്നും അറിയുമ്പോൾ അത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാകണമെങ്കിൽ പരാതികൾ വേണം. എഴുതപ്പെട്ട പരാതികൾ നൽകിയിട്ടില്ലാത്തിടത്തോളം അതൊരു കുറ്റമാകുന്നില്ല. വളരെ വിചിത്രമായ രീതിയിലാണ് ഈ വാദങ്ങളുടെ ഒരു നിര അവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇത് തന്നെയാണ് കോൺഗ്രസിനെ കൂടുതൽ കൂടുതൽ അപഹാസ്യമാക്കുന്നതും. അതുകൊണ്ട് തന്നെ കേരളീയ പൊതുസമൂഹം ഒരു വെല്ലുവിളി പോലെ കോൺഗ്രസിനോട് ചോദിക്കുകയാണ്. ഈ കുട്ടികളെ ഓരോരുത്തരെയും കൈകാര്യം ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയും അടങ്ങുന്ന ആളുകൾക്ക് ഒത്താശ ചെയ്തു കൊടുത്ത് തന്നെ കൈകാര്യം ചെയ്യപ്പെടുന്ന സമയങ്ങളിൽ ആ വാക്ക് അങ്ങനെ തന്നെ വേണം പറയാൻ. അവരെ സെറ്റിൽ ചെയ്യുമ്പോൾ, അവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ എന്ത് ധൈര്യത്തിലായിരുന്നു നാളെ ഇതൊരു പരാതിയായി വരില്ല എന്നുള്ള ധൈര്യം. പരാതിയായി വന്നാൽ തങ്ങളുടെ അനുകൂലികളായിട്ടുള്ള സൈബർ കുങ്ങികളെയും അതുപോലെ തന്നെ സൈബർ ഇടങ്ങളിലെ മുസ്ലിം ലീഗിൻ്റെ ഒരുപക്ഷെ നിരുത്തരവാദപരമായി എന്തും ഏതും വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു കൂട്ടം ആളുകളുടെയും ഒക്കെ പിന്തുണ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു മുന്നണി സംവിധാനത്തിൻ്റെ സൈബർ ഇടത്തിലെ UDF മുന്നണി സംവിധാനം കൈയാളുന്നവരുടെയൊക്കെ ആ ബോഡി ഷെയ്മിങ് ആവട്ടെ, സ്ലട്ട് ഷെയ്മിങ് ആവട്ടെ, ആ രീതിയിലൊക്കെ അത് തേച്ചു മായ്ക്കപ്പെടും എന്നുള്ളതിൻ്റെ ഒരു ധാർഷ്ട്യമാണ്. ന്യൂസ് മലയാളത്തോട് പറഞ്ഞത് ഈ നടക്കുന്ന വിവാദങ്ങളൊക്കെ ഷാഫിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ചിലർ നടത്തുന്ന ബോധപൂർവമായ ശ്രമമെന്നാണ്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ, MP-മാര്, MLA-മാര്, ജനപ്രതിനിധികളൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്നുള്ളത് പൊതുസമൂഹം ചർച്ച ചെയ്യില്ല. ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവല്ലേ? തെരഞ്ഞെടുപ്പ് മുൻനിർത്തി മാത്രം കാണേണ്ട ഒരു വിഷയമായിട്ട് ഇതിനെ ലഘൂകരിക്കേണ്ട. കാരണം ഇത് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ സംസ്കാരമായി മാറിക്കഴിഞ്ഞു. അവിടെ ഒരു നൈതികതയ്ക്കോ സാമൂഹിക പ്രതിബദ്ധതയ്ക്കോ ഒന്നും ഒരു വിലയുമില്ല. അധികാരത്തിലേക്ക് എങ്ങനെ എത്തണമോ ആ വഴികൾ, അത് ഏത് വഴികളായാലും അത് തേടുക, പരസ്പരം പ്രോത്സാഹിപ്പിക്കുക, പരസ്പരം ചേർത്ത് പിടിക്കുക, അത് കവറപ്പ് ചെയ്യാവുന്നതിൻ്റെ ഏതറ്റം വരെയും കവറപ്പ് ചെയ്യാനുള്ള ശ്രമം തുടരുക. ഓരോരുത്തരും ഓരോ ഫാൻസ് അസോസിയേഷൻ കൊണ്ടു നടക്കുന്നു. കൂട്ടുത്തരവാദിത്തമില്ല. സൈബർ ഇടത്തിലോ പൊതുസമൂഹത്തിലോ എന്ത് നിലപാടെടുക്കണമെന്ന് ആ പാർട്ടിക്ക് എന്നറിയില്ല. പ്രതിപക്ഷ നേതാവ് എന്തോ വിളിച്ചു പറയുന്നു. ദീപാദാസ് മുൻഷി എന്ന് പറയുന്ന ഒരു വനിതയായ KPCCയുടെ, അതായത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചുമതലയിലുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി പറയുന്നു ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. KC വേണുഗോപാൽ പറഞ്ഞു നടപടി എടുത്തു കഴിഞ്ഞല്ലോ. ഷാഫി പറമ്പിൽ പറയുന്നു സ്വമേധയാ രാജിവെച്ച് ധാർമ്മിക മൂലം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടല്ലോ. എന്ത് പരിഹാസ്യരാവുകയാണ് ഇവർ ഓരോരുത്തരും. ഒരു നിലപാടില്ലാത്ത ഈ പാർട്ടി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷിയായി, കേരളത്തെ അടുത്ത തലമുറയുടെ പ്രതിനിധികളായി ഇനി ഒരു ഭരണത്തിൽ ഏറിയാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്തം ഉണ്ട് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട അവസരങ്ങളിൽ അവരവർക്ക് അഭിപ്രായ ഐക്യം പോലും ഇല്ലാതെ ഒരു വിഷയത്തെ, കേരളത്തിൻ്റെ പൊതുസമൂഹം ഇത്രത്തോളം ഗൗരവ രൂപത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തെ പരാതി ഉണ്ടെങ്കിൽ അന്ന് ഞങ്ങളത് ഏറ്റെടുത്തോളാം എന്ന് പറയുമ്പോൾ ഇവർക്കറിയാം പരാതിയുണ്ട്, പരാതി വരാതിരിക്കാനുള്ള വഴികൾ ഞങ്ങൾ തേടിയിട്ടുണ്ട്. ആ വഴികളിൽ പോയാൽ ഈ കുട്ടികൾക്കുണ്ടാകാൻ പറ്റുന്ന ജീവഭയത്തെ പറ്റി പോലും ഇന്നലത്തെ ഓഡിയോ ക്ലിപ്പിൽ ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? ജീവഭയത്തെ പേടിച്ച് സദാചാര പോലീസിങ്ങിനെ ഭയന്ന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന നാണക്കേടിനെ ഭയന്ന് ഇവരൊന്നും പുറത്തു വരില്ല എന്നുള്ള അവരുടെ ആ ധാർഷ്ട്യത്തെ തന്നെയാണ് പൊതുസമൂഹം ഇന്ന് അവരോട് തിരിച്ചു ചോദിക്കുന്നത്. സൗകര്യമില്ല പരാതി കൊടുക്കാൻ. ഞങ്ങളെ എങ്ങനെയാണോ ഭീഷണിപ്പെടുത്തി ഈ വിധത്തിൽ വരുതിയിലാക്കിയത് അതുപോലെ തന്നെ ഞങ്ങളുടെ എവിഡൻസുകൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ഞങ്ങളുടെ പേരും മേൽവിലാസവും അറിഞ്ഞ് ഇപ്പോൾ പരാതി പറഞ്ഞ റിനിയുടെ അവസ്ഥ നമുക്കറിയാം. ഹണി ഭാസ്കർ വളരെ കൃത്യമായി എന്താണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം എന്ന് വെളിവാക്കുന്ന രീതിയിലുള്ള അപ്രോച്ചിനെ പറ്റി പറഞ്ഞപ്പോഴേക്കും ഹണി ഭാസ്കർക്ക് നേരെ നടന്ന സൈബർ ബുള്ളിങ് നമ്മൾ കണ്ടു. ഹണി പരാതി കൊടുത്തിരിക്കുകയാണ്. അതായത് പരാതി കൊടുക്കാൻ ഹണി ഉണ്ടായ സാഹചര്യം, അവരൊരു എഴുത്തുകാരിയാണ്, ആ സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ കോൺഗ്രസിൻ്റെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റിനനുസരിച്ച് അത് ആരായാലും, അതിപ്പോൾ റിനിയെ അപഹസിച്ചതാരാ? സ്ഥലം MLA MP കൂടിയായിട്ടുള്ള VK ശ്രീകണ്ഠനാണ് പാലക്കാടിൻ്റെ. ഏത് ഭാഷയാണ് അദ്ദേഹം സ്വീകരിച്ചത്? ഇതൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും കോൺഗ്രസിന് ആവുന്നതൊക്കെ കോൺഗ്രസ് ഇപ്പോൾ ഇത്രയും ചെയ്തു കൂട്ടിയതാണ് എന്നും ഈ ചെയ്തു കൂട്ടിയതിൻ്റെ കളങ്കത്തിൽ നിന്ന് കോൺഗ്രസിനെ ഒരു പക്ഷേ എന്താണ് മുന്നോട്ട് പോക്ക് എന്നുള്ളതിന് യാതൊരു ഉത്തരവുമില്ലാതിരിക്കുന്ന ഈ സാഹചര്യത്തിലും പുതിയ മാതൃക കോൺഗ്രസ് സൃഷ്ടിക്കുമോ എന്നുള്ളതും അതിനെ വെളുപ്പിച്ചെടുക്കാനും നല്ല പിള്ള ചമയാനും ഒക്കെയാണ് ഈ ക്രൈമിന് കൂട്ടുനിന്നവരുടെ ആ സിൻഡിക്കേറ്റ് ഇപ്പോൾ ശ്രമിക്കുന്നത്. തെറ്റിപ്പിരിഞ്ഞു പോയിട്ടുണ്ടാവാം, കൂട്ടുകച്ചവടം നഷ്ടമായപ്പോൾ അതിൽ നിന്ന് പറഞ്ഞു വിട്ടവരുണ്ടാകാം. അവർ തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ, T സിദ്ദിഖിൻ്റെ പരാമർശം പോലും സതുദ്ദേശത്തോടെയാണോ എന്നുള്ളതാണ് കോൺഗ്രസിനകത്തെ ചർച്ച. ഇന്നലെ രാത്രി മുതൽ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ്. അപ്പോൾ പാലൂട്ടിയെ വളർത്തിയ
രാഷ്ട്രീയ കൈകൾക്ക് തന്നെ കൊത്തുകൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു കാവ്യനീതി പോലെ തന്നെ കോൺഗ്രസ് അനുഭവിക്കേണ്ടി വരികയാണ്. നിരാശ പേറുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ കുറിപ്പുകൾ ഫേസ്ബുക്കിൽ വായിക്കാം. അവരെ ഓരോരുത്തരെയും വേട്ടയാടുകയാണ്. ഒരു യുവ കോൺഗ്രസ് പ്രവർത്തക കൂടിയായിട്ടുള്ള താര ടോജോ അലക്സ് ഇന്നലെ നടത്തിയ സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് ആ വിഷയത്തെ വളരെ വ്യക്തമാക്കി പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ നടക്കുന്നത് നോക്കാം. മാധ്യമപ്രവർത്തകരായ കോൺഗ്രസ് അനുകൂലം ആയ നിലപാടെടുക്കുന്ന ആളുകൾ എന്താണ് ഈ വിഷയത്തിന്റെ മെറിറ്റ് എന്ന് വിശകലനം ചെയ്യുമ്പോൾ ഇപ്പൊ ഇതിനെപ്പറ്റി ഒന്നും പറയേണ്ട, ഇപ്പൊ രാഹുലിനെ രക്ഷിച്ചെടുക്കുകയാണ് പ്രധാനം, ഇലക്ഷൻ വരികയാണ്, ഇതൊക്കെ കയ്യിൽ വെച്ചാൽ മതി എങ്ങനെയാണ് അങ്ങ് എടുക്കുന്നതെന്ന് എനിക്കറിയില്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം ഈ ആ മുന്നണിയിൽ UDF-നൊപ്പമായിരുന്നു അങ്ങ്, കോൺഗ്രസിനൊപ്പമായിരുന്നു, സജീവ പ്രവർത്തകനായിരുന്നു. ഈ അവിടെ നിന്നും കലഹിച്ച ഒരു വിഷയത്തിലാണ് അങ്ങ് പുറത്തേക്ക് വന്നതും പിന്നീട് അങ്ങ് ഇപ്പോൾ പോരാട്ടം നടത്തുന്നതും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതുമൊക്കെയും. അപ്പോൾ അങ്ങ് ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? സേതു, ഞാൻ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പലിനും കഴിഞ്ഞ 4.25 വർഷത്തിലേറെയായി പ്രതിപക്ഷ നേതാവായി തുടരുന്ന VD സതീശനും പരാതികൾ എത്ര പരാതികൾ എന്നുള്ളതിന്റെ കയ്യും കണക്കുമില്ലാത്ത വിധം ലഭിച്ചിട്ടുണ്ട്. അവർക്ക് ഈ വിഷയങ്ങളെപ്പറ്റി ധാരണയുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ എന്നുള്ള രീതിയിലുള്ള സാധാരണ മനുഷ്യരിലേക്ക് അത് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ. എന്നാൽ നേതാക്കൾ ഓരോരുത്തർക്കും അറിയാം അവരത് മൂടിവെക്കാൻ ശ്രമിച്ചത് ഈ പറയുന്ന വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ട് ഒരുപക്ഷെ സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ നടക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുണ്ടാകാൻ സാധ്യതയുള്ള തിരിച്ചടിയെ ഭയന്നാണ്. കൃത്യവും വ്യക്തവുമായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പക്ഷം പിടിക്കലിൻ്റെ ഭാഗമായി നടക്കുന്ന പാലക്കാട്ടെ ചേരിപ്പൂരിൽ ആ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കപ്പെട്ടാൽ ഈ കഥകളൊക്കെ 8-10 മാസം മുന്നേ പുറത്തു വരും എന്നുള്ളത് പോലും നേതാക്കൾക്ക് കൃത്യമായി പറയാനുള്ള ശ്രമങ്ങൾ നടത്തിയ ഒരാളാണ് ഞാൻ ഉന്നയിച്ച വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കാൻഡിഡേച്ചർ വരുത്തിവെക്കാവുന്ന രാഷ്ട്രീയ അപകടമാണ്. സ്വന്തം മുന്നണിക്കകത്ത് നിന്ന്, സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് അന്നത്തെ എതിർചേരിയിൽ ഉണ്ടായിരുന്ന ആളുകൾ നടത്തിയെടുക്കാനുള്ള രാഷ്ട്രീയ നീക്കവും അതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നത് പാലക്കാടും കേരളവുമാണ്. BJPക്ക് എളുപ്പത്തിൽ ജയിച്ചു കയറാവുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നുള്ളതിന്റെ വ്യക്തമായ അവസാനിപ്പിക്കാം. ഇപ്പോ M. വിൻസെന്റ്, എൽദോസ് കുന്നപ്പള്ളി ഈ കേസുകളിലൊന്നും UDF രാജി ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ അതേ സാഹചര്യമായിരുന്നു M. മുകേഷിന്റെ കാര്യത്തിൽ എന്നാണ് CPIM ഈ വിഷയത്തിൽ പറയുന്നത്. ഇപ്പോൾ 2 പാർട്ടികളുടെയും 2 മുന്നണികളുടെയും പ്രശ്നമാണിത്. ഇതിപ്പോൾ വേറിട്ടൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നും നിങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കുമെന്നാണ് ഇന്നലെ VD സതീശൻ മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാകുന്ന നീതിയുക്തമായ ഒരു നടപടി ഉണ്ടാകും, ഉടൻ തന്നെ അങ്ങനെ ഒരു നീതിയുക്തമായ നടപടി ഉണ്ടാകും എന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു നീതിയുക്തമായ നടപടി ഉണ്ടാകണമെങ്കിൽ അത് ഉൾപാർട്ടി സംവിധാനത്തിൽ നടപടികൾ ഉണ്ടാകണം. പൊതുസമൂഹത്തിൻ്റെ പദവികൾ അലങ്കരിക്കുന്ന ആളുകളിലും ആ നടപടി ഉണ്ടാവണം. ഒരു MLA എന്ന് പറഞ്ഞാൽ അതൊരു ആ നാടിൻ്റെ പൊതുസ്വത്താണ്. ഇന്നിപ്പോൾ പാലക്കാടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പത്തനംതിട്ടയിലേക്ക് വണ്ടി കയറേണ്ടി വരുന്ന സാധാരണ മനുഷ്യരുടെ അവസ്ഥ എന്താ? ഇല്ലെങ്കിൽ ഈ MLAയുടെ പേരിൽ അപമാനഭാരം പേറി നടക്കേണ്ടി വരുന്ന ഇവിടുത്തെ സാധാരണ കോൺഗ്രസ്, UDF, മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ അവസ്ഥ എന്താ? അപ്പോൾ കോൺഗ്രസ് കാണിക്കുന്ന മാതൃകയ്ക്ക് ഒരു പക്ഷേ ഇതിന് ഇത്രയും കാലം കൂട്ടുനിന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൽ നിന്നുള്ള മാറ്റി നിർത്തൽ അടക്കമാണ് അതിൻ്റെ പരിഹാരം എന്നുള്ളത് പോലും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒറ്റപ്പെട്ട ഒരാളിലേക്ക് ഈ വിഷയത്തെ ചുരുക്കി കാണിക്കാൻ നടക്കുന്ന തീവ്ര ശ്രമമുണ്ട്. അതിനെ കേരള പൊതുസമൂഹം ചെറുക്കും. ഇതിൻ്റെ ക്രൈമിൻ്റെ രീതി അനുസരിച്ച് ഇതിലെങ്ങനെയൊക്കെയാണ് ഷാഫി പറമ്പലിനും VD സതീശനും നേരിട്ട് പങ്കുണ്ടായിരുന്നത്, ആ പങ്ക് നിഷേധിക്കാതെ ഷാഫി ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നത് എങ്ങനെയാണ് എന്നും ആ പങ്കില്ല എന്ന് വരുത്തി തീർക്കാനുള്ള VD സതീശൻ്റെ ശ്രമവുമൊക്കെയാണ് കോൺഗ്രസിൻ്റെ പുതിയ ശാക്തിക ബലാബലമായിട്ട് രൂപപ്പെടുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നുള്ളതിൻ്റെ ഏതെങ്കിലും ഒരു ബോധം അദ്ദേഹത്തിൽ തട്ടുന്നുണ്ട് എങ്കിൽ പ്രിയങ്ക ഗാന്ധി റെപ്രസെൻ്റ് ചെയ്യുന്ന വയനാടിൻ്റെ ഏറ്റവും അടുത്ത് ഉള്ള പ്രദേശങ്ങളായിട്ടുള്ള പാലക്കാടും വടകരയും ഒക്കെ ബാധിക്കുന്ന വിഷയങ്ങളായിട്ട് ഇത് മാറുന്നതിന് മുന്നേ തന്നെ കോൺഗ്രസിന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നടപടികൾ കൈക്കൊള്ളുന്നേണ്ടത് ഈ പറയുന്നത് പോലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് VD സതീശൻ നടത്തിയ ചെയ്തികൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ആത്മപരിശോധനയിൽ നിന്നാണ്. അതിന് കൂട്ടുനിന്ന ഇപ്പോഴത്തെ വടകര MLA മുൻ പാലക്കാട് വടകര MP മുൻ പാലക്കാട് MLA ഷാഫി പറമ്പിൽ അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരിക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ണി പരമ്പരകൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ചെയ്തു. ഇത് എവിടെയാണ് മുറിച്ചു കളയേണ്ടത്?
എന്നുള്ളതിനെ ഏറ്റവും അറ്റത്ത് വാലറ്റത്ത് മാത്രം അതിൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അങ്ങ് വലിയ എന്താ നിശ്ചയമായും ഡോക്ടർ പി. സരൺ, ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളും തെളിവുകളും ഒക്കെയും ഞെട്ടിപ്പിക്കുന്നതാണ്, പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയൊക്കെ മുറവിളി കൂട്ടുന്ന ഒരു മുന്നണിയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു MLA-യുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെയ്തികളാണ് ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്യുന്നതും വിലയിരുത്തുന്നതും ഒക്കെയും. അപ്പോൾ ഡോക്ടർ പി. സരൺ, അപ്പോൾ ഒത്തിരി സന്തോഷം നമുക്കിപ്പം ചേർന്നതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ് ഞാൻ. താങ്ക് യു സേതു.